ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്, അതുപോലെ തന്നെ അവർക്ക് നിങ്ങളോടുള്ള ഒരു മനോഭാവം ഇപ്പോൾ എന്താണ്, അതുപോലെ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഓവറോൾ എനർജി കൂടിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായി കണക്ട് ചെയ്ത് നിങ്ങൾക്ക് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, ക്ലോസ് സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങളുടെ ലൈഫുമായിട്ട് നിങ്ങൾക്ക് മാച്ച് ആയിട്ട് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോഴാണോ ഈ ഒരു വീഡിയോ കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് റെസനേറ്റ് ആയി ചെയ്ത് തുടങ്ങുന്നത്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോട്ട് റീഡറിൽ നിന്ന് നിങ്ങൾക്ക് ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാവുന്നതാണ്. അതിലൂടെ നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുന്ന സമയത്ത് പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഇരുന്നുകൊണ്ട് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റോട് കൂടി തന്നെ ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആ ഒരു പേഴ്സണെ, നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. അവരുടെ ഒരു മുഖം നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർത്തെടുക്കുക. നിങ്ങളും ആ ഒരു വ്യക്തിയുമായിട്ട് ഒരുമിച്ചുള്ള നല്ല നല്ല മൊമെന്റ്സ് എല്ലാം തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് പോസിറ്റീവായിട്ട് നിങ്ങൾ തിങ്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഒന്ന് ഡീപ്പായിട്ട് മെഡിറ്റേറ്റ് ചെയ്തിട്ട് ഒന്ന് കാം ആയിട്ടിരുന്നുകൊണ്ട് ഈ ഒരു വീഡിയോയുമായിട്ട് കണക്ട് ആവുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു ഇന്നത്തെ ഒരു സ്പ്രെഡ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലേക്ക് നോക്കുമ്പോൾ തന്നെ ആദ്യമേ തന്നെ നമുക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു എന്ന് തന്നെ പറയാം. കാരണം ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജീസ് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളുടെ ബന്ധത്തിന് വളരെയധികം പോസിറ്റിവിറ്റി തരുന്ന ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഒരു ബന്ധം നിങ്ങൾക്ക് തിരിച്ചു കിട്ടാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, പ്രാർത്ഥന ചെയ്യുന്ന വ്യക്തികളായിരിക്കാം, മാനിഫെസ്റ്റേഷൻ, അഫർമേഷൻ, അതുപോലെ തന്നെ നിങ്ങൾ ഇതിനു വേണ്ടിയിട്ട് അമ്പലങ്ങൾ, പള്ളികൾ, നിങ്ങൾ എവിടെയാണോ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി, വഴിപാടുകൾ, കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കാം. നിങ്ങളുടെ പേഴ്സന്റെ ഒരു സ്നേഹം നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോടുകൂടി തന്നെ തിരിച്ചു ലഭിക്കാൻ. അപ്പൊ ഇവിടെ തന്നെ ആദ്യമേ തന്നെ പറയട്ടെ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരു സെപ്പറേറ്റ് അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികൾ തന്നെ ആയിരിക്കാം. ആ ഒരു എനർജിയാണ് നമുക്കിവിടെ കിട്ടുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വരാനായിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥനകളിലൂടെ, അത്രയും മനമുരുകിയുള്ള പ്രാർത്ഥനകളിലൂടെ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് നാളുകളായിട്ട് ഇത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തികളായിരിക്കാം. പ്രത്യേകിച്ച് ഒരു പ്രോഗ്രസ്സും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഇതുവരെ വന്നിട്ടുണ്ടാവുകയില്ല. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ ഡെത്ത് എന്നുള്ള അവസ്ഥയിലായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പ് നിന്നിരുന്നത്. പൂർണ്ണമായിട്ടും അവസാനിച്ചു പോയി എന്നൊരു രീതി. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിച്ചിട്ടും നിങ്ങളുടെ പേഴ്സൺ, നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷൻ എടുക്കാനൊന്നും ഇതുവരെ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. അവർ ഇതിനകത്ത് പ്രത്യേകിച്ച് ഒരു ആക്ഷനും എടുക്കുന്നുണ്ടായിരുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലൊരു ഫുൾ നോ കോൺടാക്ട് സിറ്റുവേഷൻ ആയിരിക്കില്ല. ഒരു ഓൺ ആൻഡ് ഓഫ് റിലേഷനിലും നിങ്ങൾ മുന്നോട്ടേക്ക് പോകുന്ന വ്യക്തികളായിരുന്നായിരിക്കാം. അപ്പോഴൊക്കെയും നിങ്ങൾ ഇവരെ കൺവിൻസ് ചെയ്യാനായിട്ട് പല രീതിയിൽ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ഇവർ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു റീബർത്തിന് വേണ്ടിയിട്ട് ഇവരുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് ഒരു ആക്ഷനും ഇതുവരെ ഇവർ എടുത്തു കാണില്ല. ഇനി നിങ്ങൾ നോ കോൺടാക്ട് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ടോ ഒന്നും നിങ്ങളിപ്പോൾ മറ്റു പല വ്യക്തികൾ മുഖേന ഫ്രണ്ട്സോ കസിൻസോ ഒക്കെ വഴി ഇവരെ കോൺടാക്ട് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവർ അതിനകത്തേക്കൊന്നും വലിയ കാര്യമായിട്ട് നിങ്ങളെ ഗൗനിച്ചിരുന്നില്ല എന്ന് തന്നെ പറയാം. കാരണം നിങ്ങൾക്കിടയിൽ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു തെറ്റിദ്ധാരണകളായിരുന്നു കൂടുതലായിട്ട് നിറഞ്ഞു നിന്നിരുന്നത്. ഈ ഒരു പേഴ്സൺ നിങ്ങളെ വന്നിട്ട് അങ്ങോട്ട് നിങ്ങളുടെ ഭാഗത്താണ് തെറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്തതാണ് തെറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ട് നിങ്ങളിൽ നിന്ന് മാറി നിന്ന വ്യക്തികളായിരുന്നിരിക്കാം. എത്രയൊക്കെ നിങ്ങൾ ശ്രമിച്ചിട്ടും ഈ ഒരു പേഴ്സണെ കൺവിൻസ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതുവരെ സാധിച്ചിട്ടില്ലാത്തൊരു അവസ്ഥ തന്നെയായിരിക്കും ഇതുവരെ മുന്നോട്ടേക്ക് പോയിരുന്നത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പ്, നിങ്ങളുടെ ബന്ധം മുന്നോട്ടേക്ക് പോയത്. പക്ഷേ നിങ്ങളുടെ ബന്ധത്തിന്റെ ഇപ്പോഴത്തെ ഒരു ഓവറോൾ എനർജി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തിയുടെ കാഴ്ചപ്പാടുകൾക്കെല്ലാം തന്നെ വ്യത്യസ്തത കൈവന്ന് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. അവരുടെ ചിന്താഗതിയൊക്കെ വളരെയധികം മാറിയിരിക്കുന്നു. നേരത്തെ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ട്രസ്റ്റ് ഇഷ്യൂ അല്ലെങ്കിൽ തെറ്റിദ്ധാരണയൊക്കെയാണ് നിങ്ങളുടെ കാര്യത്തിൽ ആ ഒരു പേഴ്സണ് കൂടുതലായിട്ട് നിന്നിരുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ അവർ ഒരു ആക്ഷനും എടുക്കാനായിട്ട് തയ്യാറായിട്ടില്ലായിരുന്ന ഒരു അവസ്ഥയാണെങ്കിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സന്റെ കാര്യത്തിൽ അവരുടെ ചിന്താഗതികളിൽ മാറ്റം വന്നിരിക്കുന്നു, കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നിരിക്കുന്നു. നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ, അവരുടെ ഒരു മനോഭാവത്തിൽ വരെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിരിക്കുന്നു. നിങ്ങളുടെ ആ ഒരു presence ഇവർക്ക് നഷ്ടപ്പെട്ട സമയത്തായിരിക്കാം ഇവർക്ക് ഈ ഒരു ചിന്തകൾ വന്നിരിക്കുന്നത്. അപ്പൊ പൂർണ്ണമായിട്ടും death ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇപ്പൊ ഇവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് ഇതിനൊരു rebirth സംഭവിക്കണം എന്നാണ്. ആ ഒരു energy യിലേക്ക് ഇവർ മാറിയതിന്റെ reason എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനകത്ത് ഒരു
90% ഒരു പങ്ക് വഹിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഒരു മനസ്സും നിങ്ങളുടെ ഒരു പ്രാർത്ഥനയും നിങ്ങളുടെ ഒരു സത്യസന്ധതയുമാണ്. ഈ ഒരു ബന്ധത്തിന്റെ കാര്യത്തിൽ നിങ്ങളാണ് കൂടുതൽ സത്യസന്ധമായിട്ട് മുന്നോട്ടേക്ക് വന്നിരിക്കുന്ന വ്യക്തികൾ എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഭാഗം എന്താണ് ശരി എന്നുള്ളത്. നിങ്ങൾ മറ്റാരോടും പറയുന്നില്ല എങ്കിലും നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾക്ക് അറിയായിരിക്കും നിങ്ങളാണോ ആ ഒരു വ്യക്തിയാണോ കൂടുതലായിട്ട് തെറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു എനർജിയിൽ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഭാഗത്താണ് കൂടുതൽ ശരി എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികൾക്കായിരിക്കാം ഇത് കൂടുതലായിട്ട് റെസനേറ്റ് ആവുന്നത്. കാരണം നിങ്ങളുടെ സത്യസന്ധതയെ ഇവർ ചോദ്യം ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവർക്ക് അതിനുള്ള ഒരു തിരിച്ചടി അല്ലെങ്കിൽ ഒരു തിരിച്ചറിവിന്റെ തിരിച്ചടി ഇവർക്ക് ലഭിച്ചതിനെ തുടർന്നായിട്ടാണ് ഇവർക്കൊരു കാഴ്ചപ്പാടുകളുടെ വ്യത്യസ്തത കൈവന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ബന്ധത്തിന് ഈ ഒരു രീതിയിലേക്ക് പോകാതെ ഇതിനൊരു റീബർത്ത് സംഭവിക്കണം എന്ന് അവർ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സണും നേരത്തെ ഇവർ ഒരു ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി ആയിരുന്നിരിക്കില്ല. അത്യാവശ്യം വിശ്വാസം കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇവർ മുന്നോട്ടേക്ക് കൊണ്ടുപോയിരുന്നത്. പക്ഷേ ഇപ്പൊ ഇവർക്കും എന്തൊക്കെയോ കാര്യങ്ങളിൽ വ്യത്യസ്തത അല്ലെങ്കിൽ ഒരു ട്രൂത്ത് ഇവരുടെ മുമ്പിൽ റിവീൽ ആയതിനെ തുടർന്ന് ഇവരുടെ ഒരു മൈൻഡ് ഒക്കെ കുറച്ച് ഇവരും ഡിവൈൻ കണക്റ്റഡ് ആയിട്ടുണ്ട്. ഇവർക്ക് ഒരു വിശ്വാസം കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. കാരണം നിങ്ങൾക്കിടയിൽ നിന്ന തടസ്സങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾക്കിടയിൽ ഇപ്പൊ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഒക്കെ ഉണ്ടായിരുന്ന വ്യക്തികളാണെങ്കിൽ ആ ഒരു തേർഡ് പാർട്ടി മുഖേന നിങ്ങളെ കൂടുതലായിട്ട് ഇവർ സംശയിക്കുകയും നിങ്ങളുടെ അടുത്ത് കൂടുതൽ തെറ്റിദ്ധാരണ വെച്ച് ആ ഒരു ആള് പറയുന്നത് കേട്ടിട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ വ്യക്തികളാകാം ഫാമിലി ആര് വേണമെങ്കിലും ആകാം. അപ്പൊ ആ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ പറയുന്നത് കേട്ടിട്ട് അത് വിശ്വസിച്ച് നിങ്ങളെ ബ്ലെയിം ചെയ്യുന്ന വ്യക്തികളായിരുന്നിരിക്കാം. പക്ഷെ ഇവരുടെ കൺമുമ്പിൽ തന്നെ ഇപ്പോൾ ആ ഒരു ട്രൂത്ത് റിവീൽ ആയതിനെ തുടർന്ന് ഇവരുടെ കാഴ്ചപ്പാടുകൾക്ക് വ്യത്യസ്തതയെല്ലാം കൈവന്നപ്പോൾ ഇവരായിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഈ ഒരു യൂണിവേഴ്സിനോട് അടുത്ത് നിൽക്കുന്ന ഒരു സമയമാണ്. ഇവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളെ ഒരുപാട് ആഗ്രഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അവരുടെ മൈൻഡിൽ തോട്ട്സിലെല്ലാം തന്നെ നിങ്ങളെ കുറിച്ചുള്ള ഒരു ഓർമ്മകൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ എല്ലാ രീതിക്കും ഒന്ന് ബാലൻസിംഗിലേക്ക് എത്തിക്കണം എന്ന് അവർ വളരെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു അവസ്ഥ. അതാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അവർക്ക് നിങ്ങളോടുള്ള ഒരു സ്നേഹത്തിന്റെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും ഒരു മനോഭാവത്തിലേക്ക് വളരെ വലിയ രീതിയിലുള്ള ഒരു മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവർക്ക് ഒരുപാട് അഡിക്ഷൻസ് കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തികളായിരുന്നിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ പേഴ്സൺ ഒരു മദ്യപാന ശീലം അതുപോലെ അവർക്ക് പല രീതിയിലുള്ള ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഇപ്പൊ ഈ ഒരു ടൈമിൽ ഇവരെല്ലാ രീതിയിലും കൺഫ്യൂസ്ഡ് ആണ്. ഇവർ ഈ ഒരു ഡിവൈനുമായിട്ട് അടുത്തതിനെ തുടർന്നിട്ട് ഇവർക്കിപ്പോ ഇവരുടെ ലൈഫിലും ഓരോ കാര്യങ്ങളും മുന്നിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അതിപ്പോ മദ്യപാന ശീലമാണെങ്കിലും മറ്റെന്ത് ദുശീലങ്ങളാണെങ്കിലും ഇപ്പോഴും ഇവരുടെ മുമ്പിലേക്ക് ഇവരുടെ ഫ്രണ്ട്സ് ഒക്കെ ആ ഒരു രീതിയിലുള്ള ഫ്രണ്ട്സ് ഒക്കെ ഇവർക്ക് ചുറ്റും ഉണ്ടാവുമല്ലോ. അപ്പൊ അവരൊക്കെയും ഇപ്പോഴും ഇവരുടെ മുമ്പിലേക്ക് വരുമ്പോൾ ഇപ്പൊ ഇവർക്ക് അവരുടെ അടുത്തേക്ക് പോകാനോ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങാനോ ഒന്നും ഇവരുടെ മനസ്സ് സമ്മതിക്കുന്നില്ല. അല്ലെങ്കിൽ അവരൊരു ആലോചനയിലാണ്. വേണോ വേണ്ടയോ എന്നൊരു ചിന്ത ഇപ്പൊ ഇവർക്ക് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. അവരങ്ങനെ അതിലേക്ക് തന്നെ പോകുന്ന ഒരു രീതിയായിരുന്നായിരിക്കാം. പക്ഷെ ഇപ്പോ ഈ ഒരു ടൈമിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഭാഗമായിട്ട് ഈ ഒരു പേഴ്സണ് ചിന്താഗതികൾക്കും അവരുടെ രീതികൾക്കും ഒക്കെ വ്യത്യസ്തത വന്നിട്ടുണ്ട്. കാരണം ഇവർ എന്തൊക്കെയോ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഇവരുടെ ലൈഫിൽ നേരിട്ടിട്ടുണ്ട്. ഇവരുടെ ഒരു മെന്റാലിറ്റി മാറാനുള്ള റീസൺ എന്ന് പറയുന്നത് ഇവരുടെ മനസ്സിന് ഏറ്റിരിക്കുന്ന ഒരു ആഘാതം തന്നെയാണ്. ആ ഒരു ആഘാതത്തിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇവരുടെ ചിന്ത ഇത്രത്തോളം മാറിയിരിക്കുന്നത്. ഇപ്പൊ ഇവർ ഒരുപാട് പ്രേ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ സമയം എന്ന് പറയുന്നത് ഒരു ടൈമിൽ ഇവർ മറ്റു പലർക്കുമാണ് ഇവരുടെ സമയം കൊടുത്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിന് അങ്ങനെയുള്ളവർക്കാണ് കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇവര് ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇവരുടേതായ ഒരു ലോകത്തിൽ അല്ലെങ്കിൽ ഇവരെ തന്നെ ഒന്ന് ഹീൽ ചെയ്യിക്കാനായിട്ട് ഇവരുടെ ജീവിതം വീണ്ടെടുക്കാനായിട്ട് നിങ്ങളുമായിട്ടുള്ള ഒരു ജീവിതം വീണ്ടെടുക്കാനായിട്ട് ഇവരുടെ ദുശീലങ്ങളെ എല്ലാം തന്നെ ഇവരിൽ നിന്ന് സ്വയം കഴുകി കളയാനായിട്ടാണ് ഇവരിപ്പോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ലൈഫിനെ ഏറ്റവും നല്ല രീതിയിലേക്ക് എത്തിക്കണം എന്ന് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ ആഗ്രഹിക്കുന്നത്. ഒറ്റപ്പെടലിന്റെ ആ ഒരു പെയിൻ എന്ന് പറയുന്നത് ഒരു ലോൺലിനെസിന്റെ ആ ഒരു ഡെപ്ത് എത്രമാത്രമാണെന്നുള്ളത് നിങ്ങളുടെ പേഴ്സൺ തീർച്ചയായിട്ടും മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഈ ഒരു ടൈമിൽ ഇവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് എങ്ങനെയെങ്കിലും എത്തണം എന്നൊരു ചിന്തയാണ് ഇവർക്കുള്ളത്. ഒരു പക്ഷെ നിങ്ങൾ ഈ ഒരു പേഴ്സന്റെ പുറകെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഡെത്ത് ആയി പോയ സമയത്ത് നിങ്ങൾ ഇവരെ ഒരുപാട് കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. നേരിട്ടും അല്ലാതെയും ഒക്കെ ശ്രമിച്ചിട്ടുണ്ടായിരിക്കാം. അങ്ങനെ ഒരുപാട് നിങ്ങൾ ഇവരുടെ പുറകെ നടന്ന് മടുത്തതിന് ശേഷം ഇപ്പൊ നിങ്ങൾ ഇവരുടെ പുറകെ നടക്കുന്ന ആ ഒരു ചേസിങ് പരിപാടി നിർത്തി വെച്ചിരിക്കുകയായിരിക്കും. പക്ഷെ മനസ്സുകൊണ്ടും നിങ്ങളുടെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഒരു ഗിൽറ്റ് ഫീൽ ആണ് ഇപ്പൊ. ഇനിയും ഞാൻ പുറകെ പോകുന്നില്ല. ആ ഒരു മൈൻഡിലായിരിക്കാം നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങളുടെ മനസ്സുരുകിയുള്ള ആ ഒരു അവസാന പ്രാർത്ഥനയായിരിക്കാം നിങ്ങളിപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ആരോടും നിങ്ങൾക്ക് ഇതിനെപ്പറ്റി ചോദിക്കാനോ ആരോടും നിങ്ങൾക്ക് ബെഗ് ചെയ്യാനോ ഒന്നും നിങ്ങൾക്കില്ല. നിങ്ങൾ ഈ ഒരു ഡിവൈനിൽ തന്നെ അഭയം പ്രാപിച്ചു നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. വരും പോലെ വരട്ടെ. അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ച ശക്തി നിങ്ങൾക്ക് ആ ഒരു നല്ല രീതിയിൽ ഈ ഒരു പേഴ്സണെ കൊണ്ടുവന്ന് തരും.
അത് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ള രീതിയിൽ വെയിറ്റ് ചെയ്തിരിക്കുന്ന വ്യക്തികളായിരിക്കും. ഇനി നിങ്ങൾക്കൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ അങ്ങനെ നിൽക്കുന്നത്. നിങ്ങളുടെ ആ ഒരു പോയിന്റ് അല്ലെങ്കിൽ ആ ഒരു കറക്റ്റ് വേർഡ് ആണ് ഈ ഒരു ഡിവൈനിലേക്ക്, ഈ ഒരു പ്രപഞ്ച ശക്തി, ഈ ഒരു ദൈവിക ശക്തി കേട്ടിരിക്കുന്നത്. ആ ഒരു പ്രാർത്ഥന തന്നെയാണ് നിങ്ങൾക്കിപ്പോ ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നത്. ഒരു സമയത്ത് നിങ്ങൾ ഇവരെ ചേസ് ചെയ്ത് ഇവരുടെ ഓരോ കാര്യങ്ങൾ അറിയാനും ഇവർക്ക് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളിലേക്ക് പോകാനും നിന്ന വ്യക്തികളാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ പേഴ്സൺ ആണ് നിങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചിട്ട് അവരിലേക്ക് അട്രാക്ട് ചെയ്യാൻ നോക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡയറക്റ്റ് നിങ്ങളെ കോൺടാക്ട് ചെയ്യാനുള്ള അവരുടെ ഒരു ചളിപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. കുറച്ചൊരു ഈഗോയിസ്റ്റ് പേഴ്സൺ ഒക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു സഡൻ ആയിട്ട് ഒരു നിമിഷം നിങ്ങളുടെ മുമ്പിലേക്ക് വന്ന് നിൽക്കാനുള്ള അവരുടെ ഒരു മടി, അതുപോലെ തന്നെ അവർ ചെയ്ത് കൂട്ടിയ കാര്യങ്ങൾ അതിന്റെ ഒരു ഡെപ്ത് എത്രത്തോളമാണെന്ന് നിങ്ങൾക്കേ അറിയുള്ളൂ. ഇവർ എന്ത് രീതിയിലാണ് നിങ്ങളെ ചീറ്റ് ചെയ്തത് എന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്ക് വന്നിരിക്കുന്ന ഒരു എനർജിയിൽ നിങ്ങളെ വളരെ നല്ല രീതിയിൽ തന്നെ വേദനിപ്പിച്ചു പോയ ഒരു വ്യക്തി തന്നെയാണ്. നിങ്ങളുടെ മനസ്സിനെ വളരെ വലിയ രീതിയിൽ തന്നെ മുറിവേൽപ്പിച്ചു പോയൊരു പേഴ്സൺ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി. ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും തെറ്റിദ്ധാരണ കാര്യങ്ങളെല്ലാം വന്നിട്ട് ഇപ്പൊ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആണെങ്കിൽ അങ്ങനെ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ പല രീതിയിൽ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു ടോക്സിക് സ്വഭാവം നിങ്ങളുടെ അടുത്ത് കാണിച്ച് നിങ്ങളെ ഭയങ്കരമായിട്ട് വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയവര്. അപ്പൊ ഇപ്പൊ അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയിലാണ്. അവരുടെ സമയത്തിന്റെ ഭൂരിഭാഗവും അവര് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. മറ്റ് പല വ്യക്തികളിൽ നിന്നും ഇവർ പല പാഠങ്ങൾ പഠിച്ചു തുടങ്ങിയിരിക്കുന്ന ഒരു സമയമാണിത്. ഇവർക്ക് കാര്യങ്ങളിലെല്ലാം തന്നെ ഒരു വ്യക്തത വന്നിട്ട് ഇവരിപ്പോ സ്വയം തീരുമാനം എടുക്കുന്ന കാര്യത്തിൽ ഇവർ കുറച്ച് weak ആയി നിൽക്കുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ സ്വയം എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം ശരിയാണോ തെറ്റാണോ എന്നൊരു അറിയാൻ വയ്യാത്തൊരു സിറ്റുവേഷൻ. അതുകൊണ്ട് തന്നെ ഇവരിപ്പോ മറ്റു പല വ്യക്തികളിൽ നിന്ന്, മുതിർന്ന വ്യക്തികളിൽ നിന്ന് ഓരോ പാഠങ്ങൾ പഠിക്കുകയാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. മുതിർന്ന വ്യക്തികൾ എന്ന് പറയുമ്പോൾ അവരവരുടെ ഫ്രണ്ട്സ്, ഫാമിലി എന്നുള്ള രീതിക്ക് മാത്രമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. അവരിപ്പോ അവർക്ക് വേണ്ടിയിട്ട് ആ ഒരു കാര്യത്തിന് അവർക്കൊരു എന്താ പറയാ, ഒരു ടീച്ചിങ് ആവശ്യമാണ്, ഒരു ലേണിംഗ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതനുസരിച്ചുള്ള ഒരു പേഴ്സൺ, ആ ഒരു രീതിയിലാണ് അവരിപ്പോ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അവർക്ക് നിങ്ങളെ കോൺടാക്ട് ചെയ്യണം, നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം, നിങ്ങളിലേക്ക് വരണം എന്നൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അവര്. അവരുടെ മനസ്സ് ഭയങ്കരമായിട്ട് അതിന് വേണ്ടിയിട്ട് കൊതിക്കുന്ന ഒരു അവസ്ഥ. നിങ്ങളിലേക്ക് ഭയങ്കരമായിട്ടൊരു എനർജി, നിങ്ങളുടെ ഒരു എനർജി ഈ ഒരു പ്രപഞ്ച ശക്തിയായിട്ട് തന്നെ ഇവരുടെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിടുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇവർക്ക് ഇത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥ. താങ്ങാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ ഇവരുടെ മനസ്സ് ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആവുകയാണ് ഈ ഒരു ടൈമിൽ. മെന്റലി ഇവർ ഭയങ്കര വീക്ക് ആവുന്നു നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോഴേക്കും. അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ചെയ്ത ഒരു തെറ്റിന്റെ കുറ്റബോധം അല്ലെങ്കിൽ ആ ഒരു പശ്ചാത്താപം എന്ന് പറയുന്ന സംഭവം ഇവർ മെന്റലി ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ്ഡ് ആക്കുന്നുണ്ട്. തീർത്തും ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. ജീവിതത്തിലേക്ക് ആരെയും തന്നെ അടുപ്പിക്കാനായിട്ട് സാധിക്കുന്നില്ല. അവർ നിങ്ങളെ കോൺടാക്ട് ചെയ്യണം എന്നൊരു എനർജിയിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. അവർക്ക് എത്രയും വേഗം ഈ ഒരു കാര്യങ്ങളെല്ലാം ഒന്ന് ക്ലാരിറ്റി വരുത്തണം എന്നുണ്ട്. അവർക്ക് നിങ്ങളെ വളരെയധികം മിസ് ചെയ്യുന്നുണ്ട്. 8 of Wands ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. വളരെ ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാർഡാണ് നമുക്കിവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് ഇപ്പോൾ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിൽ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ വളരെ പെട്ടെന്ന് തന്നെ കോൺടാക്ട് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവർക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരികയും ആ ഒരു ഡിവൈൻ ടൈമിന് വേണ്ടി നോക്കിയിരിക്കുകയും ചെയ്യുന്നവരാണ്. നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഈ ഒരു ട്രൂത്ത് കാര്യങ്ങളെല്ലാം തന്നെ, സത്യസന്ധമായ കാര്യങ്ങൾ എന്താണെന്നുള്ളതെല്ലാം നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണമെന്ന് അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളുമായിട്ട് ചേർന്നിട്ട് ഒരു ജെന്യുവൻ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ്, അതായത് ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കാര്യത്തിൽ വേണം. അതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ നൊസ്റ്റാൾജിയ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അവർ നിങ്ങളെ കുറിച്ചിട്ട്, നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത ആ ഒരു മൊമെന്റ്സ്, ഓക്കെ, നമ്മളിപ്പോൾ റീഡിംഗ് എടുക്കുന്നതിന് മുന്നേ തന്നെ പറയാറുണ്ട് നിങ്ങൾ ആ പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത നല്ല നല്ല മൊമെന്റ്സ് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത്. നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു പഴയകാല ഓർമ്മകൾ, എന്ന് വെച്ചാൽ നിങ്ങൾ ആ ഒരു ഒരുമിച്ചുണ്ടായിരുന്ന നല്ല മൊമെന്റ്സ് ഒക്കെ ഇപ്പൊ അവർ ഓർത്തെടുത്തുകൊണ്ടേ ഇരിക്കുകയാണ്. നിങ്ങൾ ഇത് ഓർത്ത് ഒരുപാട് കരഞ്ഞു കഴിഞ്ഞ് ഒരു കറക്റ്റ് ഒരു പോയിന്റിൽ വന്ന് നിൽക്കുന്ന വ്യക്തികളായിരിക്കാം. ഇനി നിങ്ങൾക്ക് കരയാൻ കണ്ണുനീരില്ലാത്തൊരവസ്ഥ ഈ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ. എല്ലാ രീതിക്കും വേദനിച്ച് ഇപ്പൊ നിങ്ങൾ ആകെപ്പാടെ ഫ്രീസ് ആയി നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ അവിടെ നിന്ന് നിങ്ങളുടെ പേഴ്സൺ തുടങ്ങിയിരിക്കുകയാണ്. അതായത് കർമ്മ, എവിടെയാണോ ഇത് കർമ്മ അവിടേക്ക് തൊടുത്തു വിട്ടത് അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഒരു അവസ്ഥ. അതായത് കർമ്മ ഈസ് എ ബൂമറാങ്. നമ്മൾ കൊടുത്ത സ്ഥലത്ത് എവിടെയാണോ അത് തന്നെ തിരിച്ചു വരും. അപ്പൊ ഇതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിർത്തിയ സ്ഥലത്ത് നിന്ന് ഇവർ തുടങ്ങുകയാണ് നിങ്ങളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളിലേക്ക്. ആ ഒരു ഫ്ലോയിൽ ഇവരിപ്പോ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോയിങ് വിത്ത് ദ ഫ്ലോയിലാണ് ഇവരിപ്പോ പോകുന്നത്. പ്രത്യേകിച്ച് ഒരു കാര്യങ്ങളും ഇവർക്ക് ചിന്തിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ ഉള്ള ഒരു എനർജി ഇവർക്ക് കിട്ടുന്നില്ല. ആകപ്പാടെ അവരുടെ ഒരു എനർജി ലെവൽ എന്ന് പറയുന്നത് നിങ്ങളെ കുറിച്ച് ഓർക്കുമ്പോൾ ഈ ഒരു നല്ല നല്ല മൊമെന്റ്സ്, നല്ല നല്ല ഓർമ്മകളുമാണ്. ചെയ്ത തെറ്റുകൾക്കെല്ലാം തന്നെ ഒരു തെറ്റ് തിരുത്തി പശ്ചാത്താപം നിങ്ങളുടെ അടുത്തേക്ക് വന്ന് പറഞ്ഞിട്ട് ഒരു ക്ഷമാപണം നിങ്ങളുമായിട്ട് നടത്തണം എന്ന് തന്നെയാണ് അവർ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഒരു ഓർമ്മകൾ പോലും ഈ ഒരു വ്യക്തിയുടെ മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നതായിട്ട് ഇപ്പൊ കാണുന്നുണ്ട്. നേരത്തെ ഈ ഒരു കാര്യത്തിൽ തീരുമാനം എടുത്തില്ലല്ലോ എന്നുള്ളതും, അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ, നിങ്ങളുടെ സ്നേഹത്തിന് ഇത്രത്തോളം ഒരു ഗ്യാപ്പ് വന്നത് സ്വയം തന്നെ ഒരു തീരുമാനം എടുക്കാതിരുന്നത് കൊണ്ടാണല്ലോ എന്നുള്ള ഒരു ചിന്തകളൊക്കെ ഇവരുടെ മനസ്സിനെ അല്ലെങ്കിൽ ഇവരുടെ ഒരു മെന്റൽ ഹെൽത്തിനെ വളരെയധികം ബാധിക്കുന്നുണ്ട്. ഇപ്പൊ ഇവർ ആഗ്രഹിക്കുന്നുണ്ട് ഒരു ന്യൂ ബിഗിനിങ് വേണം എന്നുള്ളത്.
പ്രപഞ്ച ശക്തിയെ വിശ്വസിച്ചിട്ട് തന്നെ ന്യൂ ബിഗിനിങ്ങിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അവർക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു യൂണിവേഴ്സൽ പവറിലേക്ക് വിശ്വാസം വന്നിട്ടുണ്ട്. അനുഭവങ്ങൾ തന്നെയായിരിക്കാം അവരെ ഈ ഒരു വിശ്വാസത്തിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അവരും ഈ ഒരു കാര്യങ്ങളിലൊന്നും അവർ നേരത്തെ വിശ്വസിക്കാതിരുന്ന ഒരു വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ഒരു ടൈമിൽ അവരുടെ ലൈഫിൽ അവർക്ക് നിരന്തരമായിട്ട് നേരിടേണ്ടി വന്ന ഒരു കർമ്മ, അതായത് നിരന്തരമായിട്ട് അവർ ഫേസ് ചെയ്യേണ്ടി വന്ന ഒരു സ്ട്രഗ്ലിംഗ് സിറ്റുവേഷൻ, അതാണ് അവരെ ഇപ്പൊ ഈ ഒരു നിലയിലേക്ക് നിർത്തിയിരിക്കുന്നത്. ഇപ്പൊ അവര് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ ബിഗിനിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. കാരണം അവരുടെ ഹെർമിറ്റ് എനർജിയിലാണ് പോകുന്നത്. ആരും കൂടെ ഇല്ലാത്തൊരവസ്ഥ. ഇവരുടെ ചുറ്റും ആരുമില്ല. ഇവര് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയുകയാണ്. ഇവര് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഓറ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നേരത്തെ ഉണ്ടായിരുന്ന അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരുപാട് അഡിക്ഷൻസ്, ബിഹേവിയറിലൊക്കെ വ്യത്യാസങ്ങൾ, ഒരു നെഗറ്റീവ് ക്യാരക്ടർ ആയിരുന്നു നിങ്ങളുടെ പേഴ്സണെങ്കിൽ. മൊത്തത്തിൽ നെഗറ്റീവ് എന്നല്ല, നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ വളരെ നല്ല പേഴ്സണാലിറ്റിയിൽ തന്നെയായിരിക്കും ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നത്. പക്ഷെ പോകെ പോകെ ഇവരുടെ ക്യാരക്ടറിൽ വന്നിരിക്കുന്ന ചേഞ്ചസ് ആണ് ഇവരെ ഒരു ചീത്ത രീതിയിലേക്ക് എത്തിച്ചത്. ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ചിലപ്പോൾ അങ്ങനെയൊന്നും കാണില്ലായിരിക്കാം. പക്ഷെ മുന്നോട്ടേക്ക് പോകവേ ഇവരുടെ ക്യാരക്ടറിൽ വന്നിരുന്ന ചേഞ്ച്, അല്ലെങ്കിൽ ഇവർ പല കാര്യങ്ങളിലേക്കും അഡിക്ഷൻ ആയിട്ട് അങ്ങനെ ഒരു നെഗറ്റീവ് ക്യാരക്ടർ ഇവർക്ക് വന്നു. ഇപ്പൊ അവരായിട്ട് തന്നെ അവരുടെ ഒരു യൂണിവേഴ്സിനോട് കണക്ട് ആയിട്ട് അവർക്ക് വേണ്ടി തന്നെ ഒരു ഓറ ക്രിയേറ്റ് ചെയ്ത് അവരെ സ്വയം ഹീൽ ആക്കുവാണ്. അവരെ തന്നെ മുങ്ങി കഴുകിയെടുക്കുന്ന ഒരു അവസ്ഥയാണ് പൂർണ്ണമായിട്ടും ഒരു പഴയ രീതിയിലേക്ക്, അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു പുതിയ രീതിയിലേക്ക് വരുത്താനായിട്ട്. ആ ഒരു ഹെർമിറ്റ് എനർജിയിലൂടെയാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് നിങ്ങളുമായിട്ടുള്ള ബന്ധത്തിൽ എല്ലാ രീതിക്കും ഒരു ന്യൂ സ്റ്റാർട്ട് വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവർ നിങ്ങളെ ഒരുപാട് ഡ്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കിടയിൽ ഒരു ടെലിപ്പതി കമ്മ്യൂണിക്കേഷൻ നടക്കുന്നതായിട്ട് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് നിങ്ങൾ തമ്മിൽ ഒരു സോൾമേറ്റ് കണക്ഷൻ ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു പേഴ്സൺ നിങ്ങളെ വളരെയധികം ഡ്രീം ചെയ്യുന്നു. അവർ നിങ്ങളെ ഒരുപാട് മാനിഫെസ്റ്റ് ചെയ്യുന്നു. അവരുടെ ഡ്രീംസ് എല്ലാം തന്നെ അവർ മാനിഫെസ്റ്റ് ചെയ്തെടുക്കുകയാണ്, അല്ലെങ്കിൽ അവർക്കിത് നടന്നേ പറ്റുകയുള്ളൂ. അവരുടെ ഊണിലും ഉറക്കത്തിലും എല്ലാ സമയത്തും നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മൈൻഡിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. ട്രസ്റ്റ് ഇഷ്യൂസ് ആണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈം വരുമ്പോൾ ഈ ഒരു ട്രസ്റ്റ് ഇഷ്യൂസിന്റെ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അടുത്തേക്ക് നിങ്ങളുടെ ഒരു കപ്പ് എന്ന് പറഞ്ഞ ഒഴിഞ്ഞു മാറ്റി വെച്ചിരുന്ന കപ്പാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിറച്ച് സ്നേഹം തരണം. ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യണം. എങ്ങനെയെങ്കിലും അവരുടെ മൈൻഡിനെ ഒന്ന് കൺട്രോൾ ചെയ്യണം, റിലീസ് ചെയ്യണം എന്ന് അവർ ആഗ്രഹിക്കുന്നത്. അവർക്ക് ഒറ്റയ്ക്ക് ഈ ഒരു പെയിൻ താങ്ങാനായിട്ട് സാധിക്കുന്നില്ല. ഇതിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പുറത്തു വരണം. ഈ കാര്യങ്ങളിൽ നിന്നെല്ലാം ഒന്ന് പുറത്തു വന്നിട്ട് മൈൻഡ് ഒന്ന് ക്ലിയർ ആവണം. അതിന് നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വേണം. അവരെ ഹീൽ ചെയ്യിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ ഒന്ന് ചേർത്ത് നിർത്തി അവരെ സാന്ത്വനിപ്പിക്കാനായിട്ട്, അവരുടെ മനസ്സിനെ കാം ആക്കാനായിട്ട് നിങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെയാണ് അപ്പൊ ഈ ഒരു കാര്യത്തിൽ യൂണിവേഴ്സിന് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ അൺഎക്സ്പെക്ടഡ് ആയിട്ടാണ് ഒരു സ്റ്റോം, ഒരു പ്രശ്നങ്ങൾ, ഒരു ഭൂകമ്പം പോലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ടായി, കോൺഫ്ലിക്റ്റ് ഉണ്ടായിട്ട് നിങ്ങൾ രണ്ടുപേരും സഡൻ ആയിട്ട് തന്നെ ഒരു എന്താ പറയാ സെപ്പറേറ്റ് ആയി പോയത് എന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വീണ്ടും നിങ്ങൾ ഒന്നാവാനായിട്ട് പോവുകയാണ്. പെട്ടെന്ന് തന്നെ ഒരു ചേഞ്ച് സംഭവിക്കാനായിട്ട് പോവുകയാണ്. അതിന്റെ കാരണം നിങ്ങളുടെ മനസ്സ് നിറഞ്ഞുള്ള ഒരു പ്രാർത്ഥന തന്നെയാണ്. നിങ്ങളുടെ ആ ഒരു പ്രാർത്ഥനയുടെ ആ ഒരു തീവ്രത ഈ ഒരു ഡിവൈൻ ശക്തി തിരിച്ചറിഞ്ഞിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു യൂണിവേഴ്സൽ പവറിന് എല്ലാം തന്നെ ശക്തി ഉണ്ടെന്ന് തീർച്ചയായിട്ടും നിങ്ങൾ തിരിച്ചറിയുക. കർമ്മ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നിങ്ങളുടെ മനസ്സിനെ വേദനിപ്പിച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ പോയിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഡിവൈൻ ടൈമിലേക്ക് എത്തിയപ്പോൾ അവർക്കത് തിരിച്ചടിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു റീഡിംഗ് എത്ര പേർക്കാണ് റെസനേറ്റ് ആകുന്നത് എന്ന് എനിക്കറിയില്ല. റെസനേറ്റ് ആകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധത്തിൽ നിങ്ങൾ എത്രത്തോളം സത്യസന്ധമായിട്ട് നിലനിൽക്കുന്നവരാണോ അങ്ങനെയുള്ളവർക്കായിരിക്കാം ഈ ഒരു റീഡിംഗ് ഏറ്റവും കൂടുതലായിട്ട് റെസനേറ്റ് ആകുന്നത്. കാരണം കർമ്മ ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ. അപ്പൊ ആ ഒരു കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണ് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായി പോയ ടൈം ആണെങ്കിൽ ഇപ്പൊ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ അവർ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു സോൾ ടൈ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. ഒരു പാർട്ട്ണർഷിപ്പ് കണക്ഷൻ, നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആണുള്ളത്. ആ ഒരു പാസ്റ്റ് തന്നെയാണ് റിട്ടേൺ ആയിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. ഇതിന്റെ ഇടയിൽ നിങ്ങൾക്ക് വന്നിരിക്കുന്ന ഒരു കാർമിക് ആയിട്ടുള്ള ഒരു ഗ്യാപ്പ് ആണ് ഈ ഒരു പ്രശ്നങ്ങളുടെ എല്ലാം കാരണം. എത്രത്തോളം സോൾ കണക്ഷൻ നിങ്ങളുടെ ഉള്ളിലുള്ള വ്യക്തികളാണെങ്കിലും, നിങ്ങൾ എത്രത്തോളം പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാർമിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളും കൂടെ, നിങ്ങൾക്ക് കുറച്ച് സമയദോഷം അത് നിങ്ങൾ ഫേസ് ചെയ്യേണ്ട ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതാണ് നിങ്ങൾക്കിടയിൽ സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പൊ ഇനി അങ്ങോട്ട് സംഭവിക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു യൂണിയൻ ആണ്. നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്ട്രക്ചർ ആവശ്യമാണ്, ഒരു ഫൗണ്ടേഷൻ ആവശ്യമാണ്. ആ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആയിട്ട് തന്നെ വാണ്ട് ടു ബിൽഡ് എ ഫൗണ്ടേഷൻ, ഇവരായിട്ട് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. ഇവരായിട്ട് തന്നെ വേണം ഇതിന്റെ ഒരു ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യാൻ.
ഈ ഒരു ബന്ധത്തിനെ ഒരു എല്ലാ രീതിക്കും ഒരു ബാലൻസിങ്ങിലേക്ക് കൊണ്ടുവരാൻ. ഇതുവരെ ഇവര് പോയിക്കൊണ്ടിരുന്ന രീതി എന്ന് പറയുന്നത് വളരെ സ്ലോ ആയിട്ടാണ് ഇതിനകത്ത് പോയിക്കൊണ്ടിരുന്നത്. നിങ്ങൾ എത്രത്തോളം പുറകെ നടന്നിട്ടും ഡെത്ത് ആയി പോയ ഒരു കാര്യത്തിന് മേൽ അവർ ഒരു ആക്ഷനും എടുക്കാനായിട്ട് തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് പതുക്കെ ഇവർ ഇതിനകത്തേക്ക് ഇറങ്ങി തുടങ്ങിയിരിക്കുന്നത്. അത് നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ പെയിൻ തന്നെയാണ് ഇവരെ ഇതിനകത്തേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി അങ്ങോട്ട് ഇവരായിട്ട് തന്നെ ഇതിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഇവര് തന്നെ മുന്നിട്ടിറങ്ങി ഇതിന്റെ ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനാണ് തയ്യാറെടുക്കുന്നത്. അതിന്റെ മുന്നോടി എന്ന വണ്ണം അവർ ആഗ്രഹിക്കുന്നത് അപ്പോളജിയാണ്. നിങ്ങളെ എത്രയും വേഗം വന്ന് കാണണം, നിങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം. അതാണ് അവരുടെ മൈൻഡിലുള്ളത്. ഫോർഗീവ്നെസ് ആണ്, ക്ഷമാപണം നടത്തുക. നിങ്ങളുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും ഏറ്റു പറഞ്ഞിട്ട്, ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലേക്ക് പോയ വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങളോട് തുറന്ന് പറയണം. തുറന്ന് പറഞ്ഞിട്ട് ഇമോഷണലി എല്ലാം അവരുടെ ആ ഒരു മനസ്സിന്റെ പെയിൻ അതെല്ലാം തന്നെ നിങ്ങളോട് പറയണം. അവർക്ക് വളരെയധികം ഗിൽറ്റ് ഫീൽ ഉണ്ട് ഈ ഒരു കാര്യത്തിലേക്ക് ഓർക്കുമ്പോൾ. പക്ഷെ എങ്കിൽ പോലും അത് നിങ്ങളുടെ മുന്നിലേക്ക് ഇനി മറച്ചു വെക്കാനായിട്ട് നിങ്ങളുടെ പേഴ്സൺ തയ്യാറല്ല. മറ്റുള്ളവരുടെ മുമ്പിലെല്ലാം തന്നെ വളരെയധികം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ആളായിട്ട് നിൽക്കുന്ന പേഴ്സൺ ആണ് നിങ്ങളുടേതെന്നുണ്ടെങ്കിൽ, അതിപ്പോ വുമൺ ആയിക്കോട്ടെ മെൻ ആയിക്കോട്ടെ, ആ ഒരു രീതിയിൽ മുന്നോട്ടേക്ക് വരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപക്ഷെ സമൂഹത്തിലൊക്കെ എല്ലാവർക്കും വളരെയധികം മാനിക്കപ്പെടുന്ന പേഴ്സൺ ആയിരിക്കാം. പക്ഷെ എങ്ങനെയുള്ള വ്യക്തിയാണെങ്കിലും ഇപ്പൊ ഇവര് ചിന്തിക്കുന്നത് നിങ്ങളുടെ മുമ്പിൽ അതൊന്നും ഇനി ഒരു മറച്ചു വെക്കരുത്, അല്ലെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ ഒരു ഈഗോയിസം കാണിക്കരുത്. എന്താണോ അവര് ആ ഒരു പച്ചയായ രീതിയിൽ തന്നെ അവരെ നിങ്ങൾക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുക. ആ ഒരു എനർജി തന്നെ ഇവരിൽ നിൽക്കുന്നത്. want to speak their hurt. അവരുടെ മനസ്സ് നിങ്ങളോട് സംസാരിക്കാൻ വളരെയധികം കൊതിക്കുന്നു, ആഗ്രഹിക്കുന്നു. തുറന്ന് നിങ്ങളോട് സംസാരിക്കണമെന്നും നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണം നടത്തണമെന്നും അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അവരോട് മാപ്പ് കൊടുക്കും. നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കും എന്നൊരു വിശ്വാസം തന്നെയാണ് നിങ്ങളുടെ പേഴ്സന്റെ മൈൻഡിൽ നിറഞ്ഞു നിൽക്കുന്നത്. അവർക്ക് അത്രത്തോളം നിങ്ങളിൽ ട്രസ്റ്റ് ഉണ്ട്. പക്ഷെ നിങ്ങളുടെ ആ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള കാരണം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പുറത്തു നിന്ന് ഇടപെടൽ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ്, അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്വഭാവ രീതികൾ, ഇവരുടെ ഒരു ധാർഷ്ട്യം, ഇവരുടെ ഒരു സെൽഫിഷ്നെസ്, ഇതെല്ലാം തന്നെ ഇവിടെ ബാധിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇപ്പൊ ഈ ഒരു ടൈമിൽ ആ ഒരു പേഴ്സൺ എല്ലാ രീതിക്കും തന്നെ നിങ്ങളുടെ അടുത്ത് ഒരു ക്ഷമാപണം നടത്താനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത്. മിസ്സിംഗ് someone ആണ്, നൊസ്റ്റാൾജിയ മെമ്മറീസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. നിങ്ങൾക്കിടയിൽ, അതായത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് സോൾമേറ്റ് കണക്ഷൻ നിങ്ങളുടെ പാസ്റ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു കണക്ഷൻ ആണ് നിങ്ങളെ പൂർണ്ണമായിട്ട് ഈ ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങളെയും ആ ഒരു വ്യക്തിയെയും വിട്ടു പോകാതെ പിന്തുടർന്നുകൊണ്ടിരുന്നത്. നിങ്ങളുടെ ഒരു കറക്റ്റ് ടൈം ഉണ്ട്. പാസ്റ്റ് ലൈഫ് കണക്ഷൻ നിങ്ങൾക്കിടയിൽ വന്നു. ഇതിനിടയിൽ നിങ്ങൾക്ക് ഒരു കാർമിക് ആയിട്ടുള്ള കണക്ഷനും കൂടെ കയറി വന്നു. ആ ഒരു കാർമിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് കയറി വന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് അവിടെ ഒരു മിസ്സിംഗ് വന്നത്. ആ ഒരു മിസ്സിംഗ് വന്നത് ഇപ്പൊ എല്ലാ രീതിയിലും അതിനെ പരിഹരിക്കുന്നതിനായിട്ട് ടൈമിംഗ് കാർഡാണ് കാണിച്ചിരിക്കുന്നത്. കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലേക്ക് വന്നെടുക്കുകയാണ്. ഇനി അങ്ങോട്ട് സോൾ ഗ്രോത്ത് ആണ് വരാനുള്ളത്. എല്ലാം തന്നെ ക്ലിയർ ആവുകയാണ്. ക്ലിയറിംഗ് ആണ് വന്നിരിക്കുന്നത്. ന്യൂ ഇന്റൻഷൻസ്, പുതിയ പുതിയ ഉദ്ദേശശുദ്ധികളോട് കൂടി തന്നെ, എന്ന് വെച്ചാൽ വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ സമീപിക്കുകയാണ്. ആ ഒരു പഴയ കാലം നിങ്ങളും ആ ഒരു പേഴ്സണുമായിട്ട് സ്പെൻഡ് ചെയ്ത കഴിഞ്ഞ ജന്മത്തിലെ ആണെങ്കിലും ഈ ഒരു ജന്മത്തിൽ കണ്ടുമുട്ടിയ സമയത്തെ ആണെങ്കിലും ഒരു കാലം എങ്ങനെയായിരുന്നോ ആ ഒരു രീതിയിലേക്ക് തന്നെ എല്ലാ രീതിക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ ആ ഒരു രണ്ട് സോളിനെയും ടൈ ചെയ്തതിന് ശേഷം അതിനെ ഒന്ന് ഗ്രോത്തിലേക്ക് എത്തിക്കുക. അതാണ് നിങ്ങളുടെ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. വളരെ പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവർ നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. സ്റ്റാർ ആണ് വന്നിരിക്കുന്നത്. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് അവർ ഈ ഒരു ബന്ധത്തിലേക്ക് ഇനി ഒരു കാൽവെപ്പോട് കൂടി മുന്നിട്ടിറങ്ങി വരുന്നത്. ഓക്കെ, നമുക്കിവിടെ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളോടുള്ള ആ ഒരു പ്രണയം, അവരുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു മനോഭാവം, അല്ലെങ്കിൽ അവരുടെ ഒരു മൈൻഡിലെ തീവ്രത എന്ന് പറയുന്നത് വളരെ അധികം നിറഞ്ഞു നിൽക്കുന്ന സിറ്റുവേഷൻ ആണ്. അത്രത്തോളം പ്രണയം നിങ്ങളോട് തോന്നിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ, അതാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പൊ നിങ്ങളോടുള്ളത്. അപ്പൊ അവർ ഈ ഒരു കാര്യങ്ങളെല്ലാം തന്നെ പ്രകടിതമായിട്ട് തന്നെ, എക്സ്പ്രസീവ് ആണ് വന്നിരിക്കുന്നത്, എക്സ്പ്രഷൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാ കാര്യങ്ങളും പ്രകടിതമായിട്ട് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കണം. സീയിങ് ദ ട്രൂത്ത്, അവരെ തിരിച്ചറിഞ്ഞ സത്യങ്ങളെല്ലാം തന്നെ നിങ്ങളുടെ അടുത്തേക്ക് റിവീൽ ചെയ്യണം. ഹോണസ്റ്റി ആണ്, സത്യസന്ധമായിട്ട് തന്നെ കമ്മ്യൂണിക്കേഷൻ, ക്ലിയർ ആക്ഷൻ. ഓക്കെ, സത്യസന്ധമായിട്ട് തന്നെ നിങ്ങളുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ക്ലിയർ ആയിട്ട് ഒരു ആക്ഷൻ ഈ ഒരു കാര്യത്തിൽ എടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. ഓക്കെ, നമുക്കിവിടെ ഫേറ്റ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ് വന്നിരിക്കുന്നത്. ഞാൻ ഇവിടെ സ്റ്റോം വന്നപ്പോഴേക്കും ഓൾറെഡി പറഞ്ഞായിരുന്നു, നിങ്ങൾക്കിടയിൽ ഉണ്ടായ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഉണ്ടായ ഒരു കോൺഫ്ലിക്റ്റ് ആണ്. എഗെയിൻ നമുക്കിവിടെ ഫേറ്റ് വന്നിട്ടുണ്ട്. വീൽ ഓഫ് ഫോർച്യൂൺ ആണ്, കർമ്മ സൈക്കിൾ ആണ് വന്നിരിക്കുന്നത്. ഡിവൈൻ ആയിട്ടുള്ള ഒരു കറക്റ്റ് ടൈം നിങ്ങളിലേക്ക് എത്തിയപ്പോൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് തന്നെ ഈ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് കടന്നു വരികയും നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യൂണിവേഴ്സ് ആയിട്ട് തന്നെ ഒരു ഡിവൈൻ ടൈമിൽ ഒരു കർമ്മ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തതിന്റെ ഒരു ഹാപ്പിനെസ് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. വിധിയാണ് നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇനി അങ്ങോട്ട് നിങ്ങളുടെ വിധി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ തന്നെ ആ ഒരു പ്രണയം നിങ്ങളിലേക്ക് എത്തുകയാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു മനോഭാവം എന്ന് പറയുന്നത് അത്രത്തോളം പ്രണയം നിറഞ്ഞു നിൽക്കുന്ന ഒരു സമയം. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. നിങ്ങളുടെ ഒരു പ്രാർത്ഥനകൾക്ക് എല്ലാം തന്നെ
ഒരു ഫലം കണ്ടു തുടങ്ങിയിരിക്കുന്നു. അത്രത്തോളം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡിൽ കാണാനായിട്ട് സാധിക്കുന്നത്. റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസ് കൂടെ നോക്കാം. സെപ്റ്റംബർ എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. 6 എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. 1993 ട്രിവാൻഡ്രം വി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. കാപ്രിക്കോൺ വന്നിട്ടുണ്ട്. സോഡിയാക് സൈൻ. കാലിക്കറ്റ്. അശ്വതി. 44 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. മലപ്പുറം. 1968 വന്നിട്ടുണ്ട്. 30 ഡേയ്സ് എന്നൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ, ഇന്ന് മുതൽ നിങ്ങൾ ഈ വീഡിയോ എപ്പോഴാണോ കാണുന്നത് അപ്പോൾ മുതൽ 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നതാണ്. എ എന്നൊരു ലെറ്റർ. 22 എന്നൊരു നമ്പർ വന്നിട്ടുണ്ട്. 22 ദിവസവും എടുക്കാം, 22 ഏജ് എടുക്കാം. ഏരീസ്. വിശാഖം. എൻ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ഉത്രം എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട്. പൂരം വന്നിട്ടുണ്ട്. 6 എഗെയിൻ വന്നിട്ടുണ്ട്. 28 വന്നിട്ടുണ്ട്. എം വന്നിട്ടുണ്ട്. എഗെയിൻ 6 വന്നിട്ടുണ്ട്. 6 എന്ന ലെറ്റർ ആണ്. തൃശ്ശൂർ വന്നിട്ടുണ്ട്. എറണാകുളം. എ എഗെയിൻ വന്നിട്ടുണ്ട്. അനിഴം സ്റ്റാർ വന്നിട്ടുണ്ട്. ഡി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് 8 റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്, 1 വന്നിട്ടുണ്ട്, 6 വന്നിട്ടുണ്ട്, 9 വന്നിട്ടുണ്ട്, ഓക്കെ, 7 വന്നിട്ടുണ്ട്, 13 വന്നിട്ടുണ്ട്, 8 റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്, 12 വന്നിട്ടുണ്ട്, 18 വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഒരു ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്രത്തോളം കണക്ട് ആവുകയാണെന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം. ഇതിൽ വന്നിരിക്കുന്ന എനർജീസ്, ക്ലൂസ്, സിറ്റുവേഷൻസ് ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നോക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ഇതിലെ പോസിറ്റീവായ കാര്യങ്ങളെ അട്രാക്ട് ചെയ്ത് പോസിറ്റീവായിട്ട് തന്നെ കമന്റ് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് എന്ന് പറയുന്നത്. നാളെ വീണ്ടും ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.